നമസ്കാരം. എവിടെയാ? കണ്ണൂർ എവിടെയാ? കണ്ണൂര് മട്ടന്നൂര്. മട്ടന്നൂരോ? ഓക്കെ. മട്ടന്നൂർ എവിടെ? മട്ടന്നൂര് വെള്ളിയാമ്പറമ്പ് എന്നാണ് സ്ഥലം. ഗുഡ്. PR-NSS കോളേജിനടുത്തായിട്ട്. ഓക്കെ. എന്താ പറയും? ഇന്നലെ കീമിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓ, അപ്പോ ഞാനിന്ന് പ്രതീക്ഷിച്ച ഒരു റാങ്ക് കിട്ടിയിട്ടില്ല. അപ്പോ അതിൽ മുകളിൽ കിട്ടിയാ? അതിനെ കുറിച്ച് അതിനേക്കാളും നല്ല റാങ്ക് കിട്ടിയാ? അല്ല, അതിലും കുറഞ്ഞിട്ടാ കിട്ടിയത് ഓക്കെ. പ്രതീക്ഷിച്ച. പ്രതീക്ഷ കിട്ടിയില്ല എന്ന് പറഞ്ഞ അർത്ഥം രണ്ടും അല്ല, രണ്ടും ആവാലോ. ആ, ഓക്കെ. ഇത്, ഇപ്പൊ +2ന്റെ ഇനി റിസൾട്ട്. ഇനി എല്ലാ കാര്യങ്ങളും കുറച്ച് കുറച്ച് പ്രതീക്ഷിക്കാം. അപ്പൊ എന്ത് വരുമ്പോഴും സന്തോഷം അല്ലേ? ആ, ഞാനൊക്കെ എപ്പോഴും അങ്ങനെയാ. ഞാൻ എപ്പോഴും കുറച്ചിട്ടാ പ്രതീക്ഷിക്കുക. ആ, അപ്പൊ എന്ത് കിട്ടുമ്പോൾ സന്തോഷം. പറയും. അപ്പൊ കുറഞ്ഞത് കൊണ്ട് മെറിറ്റിൽ കിട്ടാൻ ഇനിയിപ്പം എവിടെ കിട്ടൂലെന്ന് തോന്നുന്നു. അപ്പൊ ഏതിന് ഇനിയിപ്പം കിട്ടില്ല എന്ന് പറ. കമ്പ്യൂട്ടർ സയൻസ് അതന്നെ വേണമെന്ന ഇപ്പൊ നിർബന്ധം. അതിനോടായിരുന്നു ഒരു ഇൻട്രസ്റ്റ് കൂടുതൽ. എന്നാ കമ്പ്യൂട്ടർ സയൻസിൽ അറിയാവുന്ന ഒരു 5 കാര്യം പറ. സിലബസിൽ പൈത്തൺ. സിലബസിൽ പഠിക്കാനുള്ള ഒരു 4 കാര്യം പറ. ഞാൻ പഠിച്ചത് പൈത്തൺ ആണ്. പൈത്തൺ ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ സയൻസിലല്ല ആവശ്യം. ആ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും സിവിലിലും ഒക്കെയാണ് ഏറ്റവും അത്യാവശ്യം പൈത്തൺ. ഇലക്ട്രോണിക്സിലും ആവശ്യമുണ്ട്, ഇമേജ് പ്രോസസ്സിംഗ് എല്ലാത്തിലും ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ, പൈത്തൺ കമ്പ്യൂട്ടർ സയൻസ് അല്ല. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സയൻസ് ആണ്, എഞ്ചിനീയറിംഗ് അല്ല. ആ, ബാക്കി എഞ്ചിനീയറിംഗിലേക്ക് അത് അപ്ലൈ ചെയ്യുക. ആ, അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ആ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള കോളേജ് ഏതാ? വിമൽ ജ്യോതി. വിമൽ ജ്യോതി ഉണ്ട്, പിന്നെ ശിവപുരം സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് അവിടെ കോളേജ്. ഇപ്പൊ ഏതാ കിട്ടുക? അവിടെ കിട്ടാൻ ചാൻസ് ഉള്ളത് മെക്കാനിക്കൽ കാണിച്ചു. ജയലളിത പിന്നെ ആരാ? നീയാണോ ജയലളിത? അമ്മയാണോ? അമ്മ. എത്ര പേരുണ്ട് വീട്ടിൽ? ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി, അനിയൻ. ചേച്ചി എന്താ ചെയ്യണേ? ചേച്ചി ഇപ്പൊ ഇവിടെ ഇല്ല, കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തിലാ? US പേറോൾ എക്സിക്യൂട്ടീവ് ആയിട്ട്. ഓക്കെ. എന്ത് പഠിച്ചതാ? ചേച്ചി MBA കഴിഞ്ഞു. അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമല്ലോ. BBA എടുത്തിട്ട് MBA ചെയ്തു. എവിടെ MBA പഠിച്ചത്? BBA ചിന്മയ, കണ്ണൂര് ആ. ചിന്മയ എം ബി എ കോളേജില്. MBA ബാംഗ്ലൂര് രാമയ്യ എന്ന് പറഞ്ഞ കോളേജിൽ. രാമയ്യ കോളേജിൽ. ഓക്കെ. പിന്നെ അനിയനോ? അനിയന് 8th പഠിക്കുന്നു. അച്ഛനും അമ്മയും? അച്ഛൻ സിവിൽ ഡ്രോട്ട്സ്മാൻ ആയിട്ട് ഇവിടെ തന്നെ, നാട്ടിൽ തന്നെയാണ്. ഉം. കുറച്ചാള് ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടില് സെറ്റിൽ. അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടുവാണെങ്കിൽ അതിന് പോയിക്കൂടെ? അച്ഛൻ ഇഷ്ടല്ലേ സിവിൽ എഞ്ചിനീയറിംഗ് ആവാൻ? മോള് അങ്ങനെയൊന്നുമില്ല, ആ. പക്ഷെ ഇയാള് സിവിൽ വരയ്ക്കുവോ? എഞ്ചിനീയറിംഗ് അത്ര നന്നായിട്ട് അറിയില്ല. എന്നാ നല്ലോണം പഠിക്കനി. പഞ്ചാബി ഹൗസിൽ കഴുകാൻ അറിയാമെന്ന് പറഞ്ഞ പോലെ. അറിയില്ല എന്ന് പറഞ്ഞാൽ എന്നാ പഠിച്ചോളാൻ പറയും. അങ്ങനെയല്ല, വരക്കാന്ന് വെച്ചാൽ ഇവരുടെ എന്താ പറയുക, സിവിൽ എഞ്ചിനീയറിംഗിന് അതിന്റെ ഒരു രീതിയില്ലേ വരക്കാനല്ലോ. ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടർ വെച്ചിട്ടാ. സാധാരണ വരയ്ക്കും. ഇപ്പൊ കമ്പ്യൂട്ടർ വെച്ചിട്ടാ. ഡ്രാഫ്റ്റ്സ്മാന്റെ ആവശ്യമൊന്നുമില്ല. ആ, ഞാനൊക്കെ ഓഫീസിലുള്ളപ്പോൾ കുറെ ഡ്രാഫ്റ്റ്സ്മാൻമാരെയൊക്കെ ആദ്യം ജോബിന് എടുത്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ, അവരൊക്കെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചിട്ട് അതിൽ ചെയ്യിപ്പിക്കുക. ആ, ഓക്കെ. ഓക്കെ. കിട്ടോ സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടോ ഈ 2 കോളേജിലെങ്കിലും? ആ, സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടും. അതാണ് അതിങ്ങനെ പ്രഡിക്ഷൻ. അതാണ് ശരിക്കും പറഞ്ഞാൽ സ്വന്തം പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ആ, കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ ജോലി കിട്ടിയാലല്ലേ പറ്റുള്ളൂ. ശരിക്കും പ്രൊഫഷണൽ കോഴ്സ് അല്ല കമ്പ്യൂട്ടർ സയൻസ്. ആ, കാരണം വേറെ ആരെങ്കിലും ജോലി തന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ, സിവിൽ എഞ്ചിനീയറിംഗ് അങ്ങനെയല്ല. സ്വന്തം വേണമെങ്കിൽ നാളെ മുതൽ പ്രാക്ടീസ് തുടങ്ങും ബിടെക് കഴിഞ്ഞ് കഴിഞ്ഞാൽ.
ഉം. അപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ പ്രൊഫഷണൽ കോഴ്സ് ഏതാന്ന് ചോദിച്ചാൽ സിവിൽ എഞ്ചിനീയറിംഗ്. അതുകൊണ്ടാണ് സിവിൽ എന്നുള്ള പേരെന്നെ വന്നത്. അതെങ്കിലും പഠിക്കും. ആ, സിവിലിയൻസിന് ആവശ്യമുള്ളതാണ്. മനസ്സിലായോ? ഇഷ്ടംപോലെ ആ, പണി നടക്കും, കൺസ്ട്രക്ഷൻ. ഞാൻ എൻ്റെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ സ്റ്റുഡൻസ് പാലക്കാട് നിന്നൊക്കെ വന്നിട്ട് നടുവിലാണ് എൻ്റെ വീട്. ആ, ആ വീട്ടിൽ വന്ന് താമസിച്ച് അവരെയൊക്കെ കൊണ്ട് മട്ടന്നൂര് എയർപോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെ എയർപോർട്ട് ഉണ്ടാക്കാം. ഡോക്ടർ TPS മട്ടന്നൂർ എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്ക്, യൂട്യൂബിൽ കാണാം. സിവിൽ എഞ്ചിനീയർമാരെ കാണിച്ചു കൊടുക്കുന്നത്. ആ. ഓക്കെ, വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സിവിൽ എഞ്ചിനീയർ കിട്ടും എന്നുണ്ടെങ്കിൽ ജയലളിതക്ക് മതിയായ മോളെ അടുത്തിരുത്തിയിട്ട്? അതല്ല, ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതല്ല, വോയിസിന് പറഞ്ഞുവിടാൻ തയ്യാറായോ എന്ന് ചോദിക്കാണ്. വീട്ടിൽ നിന്ന് പുറത്താക്കാൻ. അല്ല, സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് സ്വന്തമായിട്ട് തുടങ്ങുവാനുള്ള ഒരു ഇതല്ലാണ്ട് നമുക്കിപ്പോ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് കമ്പനിയിലെല്ലാം അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് സിവിൽ എഞ്ചിനീയറിംഗിന്റെ കൂടെ തന്നെ പാരലലി കമ്പ്യൂട്ടർ സയൻസിന്റെ പഠിക്കാൻ പറ്റുന്ന എല്ലാ കോഴ്സും പഠിക്കാം. ഒറ്റക്ക് വീട്ടിലിരുന്ന് പഠിക്കാം. കമ്പ്യൂട്ടർ സയൻസ് ഒറ്റക്ക് ഇരുന്ന് പഠിക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ സയൻസിന്റെ കുറേ പഠിക്കുക. എന്നിട്ട് ഏതൊക്കെ സിവിൽ എഞ്ചിനീയറിംഗിന് കമ്പ്യൂട്ടർ സയൻസുകാരന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ആ ജോലിക്കൊക്കെ ഇയാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ആ അറിവുണ്ടെങ്കിൽ നിങ്ങൾ സിവിൽ എഞ്ചിനീയർ ആണോ, മെക്കാനിക്കൽ ആണോ, കമ്പ്യൂട്ടർ ആണോ, ഇലക്ട്രോണിക്സ് ആണോ, ഒന്നും നോക്കൂല. ആ ജോലിക്കൊക്കെ പ്രൈവറ്റ് ഏത് കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും അവര് കുറെ ടാസ്ക് കൊടുത്തിട്ട് അത് ചെയ്യാൻ പറ്റുമോ നോക്കുക ചെയ്യാം. അത് പ്രോഗ്രാമിങ് ഇയാൾക്ക് പഠിക്കാൻ പറ്റും വീട്ടിലിരുന്നിട്ട്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ മെനക്കെടണം. അത് വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്ന സ്ഥലത്ത് പഠിച്ചാലേ പറ്റുള്ളൂ. ഹോസ്റ്റലൊന്നും എത്തിയാൽ പഠിക്കൂല. അത് ജോബിയില് കിട്ടുവാണെങ്കിൽ പിന്നെ കുറച്ച് ദൂരാണത്. അത് പക്ഷേ തിങ്കൾ ടു വെള്ളി ഹോസ്റ്റലിൽ നിന്നപ്പോണെങ്കിൽ അല്ല, വേറെ ഏതാ ഉള്ളത് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്നത്? പിന്നെ തലശ്ശേരിയും അത് ഒരേ ദൂരം തന്നെയാണ്. ചോദിക്കുന്നത് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്നതുണ്ടെങ്കിൽ അത് പ്രിഫർ ചെയ്യാം. കുറച്ച് എക്സ്ട്രാ സമയമായാലും കുഴപ്പമില്ല. മനസ്സിലായോ? അതിപ്പം ഇത് മൂന്നാണുള്ളത്. പിന്നെ മനസ്സിലായി ഈ 3 കോളേജാണുള്ളത്. മനസ്സിലായി. ഇപ്പൊ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. ഡയറക്റ്റ് ബസ്സൊന്നും അങ്ങനെ ഇവിടെ ഈ മട്ടന്നൂരിന്ന് അവിടെ എത്തുവാന്നുള്ളത് ഞാൻ ചോദിക്കുന്നത് കുറച്ച് നിങ്ങൾക്ക് പറ്റുന്ന സൗകര്യം നോക്കിയിട്ട്. അതിന് കുറച്ച് മനക്കെടേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷെ അതാണ് പ്രിഫറബിൾ എന്നാണ് പറഞ്ഞത്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ ഈ റാങ്ക് വെച്ചിട്ട് കിട്ടാവുന്ന ചാൻസ് വേറെ ഏതൊക്കെയാണ് നിങ്ങളുടെ ചാൻസ് എന്ന് പറയുക. അപ്പൊ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അങ്ങനത്തെ സ്ഥലത്തൊന്നും പോവാണ്ടിരിക്കുക നല്ലത്. വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് പോകാൻ പറ്റുന്നിടത്ത് പോവാ. സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുക, കമ്പ്യൂട്ടർ സയൻസ് എക്സ്ട്രാ കുറേ ഓൺലൈനായിട്ട് ഓപ്പൺ ആയിട്ട് പഠിക്കുക, എല്ലാ പ്രോഗ്രാമിംഗ് സ്കില്ലും ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് പറ്റുന്ന ഡോക്ടർ പറഞ്ഞതുപോലെ അത് കാശ് കൊടുത്തിട്ടാണോ ഫ്രീ ആണോ? ഫ്രീ ആയിട്ട് കുറേ കിട്ടും, അതൊക്കെ ചെയ്യാം. ഞാന് കൊറേ കോഴ്സസും പെയ്ഡ് ആയിട്ട് തന്നെ കാണിക്കും. അതല്ലാണ്ടും ഉണ്ടാവും, കുറച്ച് തപ്പി നോക്കേണ്ടി വരും. നല്ല യൂണിവേഴ്സിറ്റികളിലൊക്കെ പോകണം. ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ സയൻസിൽ എത്ര കോഴ്സ് ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് ചാടുക, എന്നിട്ട് അവിടെ നിന്ന് നോക്കാം. കുറേ പെയ്ഡ് ഉണ്ടാവും, പക്ഷെ അതിനേക്കാളും ഫ്രീ ആയിട്ടുള്ള ഉണ്ടാവും. പക്ഷെ ഈ പെയ്ഡ് ആയിട്ടുള്ളത് അഡ്വർടൈസ്മെന്റ് ആദ്യം കാണുള്ളൂ, ഫ്രീ ആയിട്ടുള്ളത് അധികം കാണൂല. അത് കുറച്ച് മനക്കെട്ട് നോക്കിയാലേ കാണുള്ളൂ. അതുകൊണ്ട് മനക്കെട്ട് നോക്കണം, തപ്പി നോക്കണം. ഓക്കെ. അതുപോലെ മെന്ററിംഗ് പ്രോഗ്രാമിന്റെ കുറേ അസൈൻമെന്റ്സ് തരാം, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കോഴ്സിനെ MTech പഠിപ്പിക്കുന്ന ആളാണ്. റിമോട്ട് സെൻസിങ്, ഫോട്ടോഗ്രാമട്രി, തിയോഡലൈറ്റ് മാപ്പിംഗ്,
എൻ്റെ പണിയെ മാപ്പിംഗ് ആണ്, മാപ്പിംഗ് ഫ്രം സ്പേസ്. നിങ്ങൾ ആ പഠിക്കാൻ പോണതൊക്കെ മാപ്പിംഗ് ആയിരിക്കും സിവിൽ എഞ്ചിനീയറിംഗിൽ. അപ്പം നല്ലപോലെ പഠിക്കാൻ പറ്റും പഠിക്കണമെങ്കിൽ. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ലല്ലോ ഇപ്പം. പറയും വേറെ ഓപ്ഷൻ ഇല്ല, വേറെ ഇല്ല. ഓപ്ഷൻസ് ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അപ്പം ഞാൻ അതാണോ നല്ലത് ഇതാണോ നല്ലത് പറയാം. ആ, ഇല്ല, ഇതിപ്പം ലാസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം ജെഇ എഴുതിയിട്ടുണ്ടായിരുന്നു. ജെഇ അല്ല അതൊക്കെ അതില്ല. കഴിഞ്ഞതൊക്കെ പോട്ടെ, കഴിഞ്ഞ ഇപ്പൊ കഴിഞ്ഞു. ഉള്ള ഇപ്പം ഓപ്ഷനാണ് നിലവിൽ ചോദിക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മള് വേറെ എക്സാംസ് ഒന്നും എഴുതിയില്ല. ഇപ്പൊ കീ അതെ വെച്ചിട്ട് കയറാൻ മാത്രമേ പറ്റുള്ളൂ. അതെ. അപ്പൊ പിന്നെ ഇത് വെച്ചിട്ട് കയറാൻ പറ്റുന്നതിൽ മെക്കാനിക്കലും സിവിലും ഉണ്ട്. മെക്കാനിക്കൽ ആയാലും ആ സ്വന്തം പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂല, ആ സിവിൽ ആകുമ്പോൾ സ്വന്തം പ്രാക്ടീസ് ചെയ്യാം. എവിടെ പോയാലും കുറച്ച് പണിയുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ ചുറ്റും നോക്കിയാൽ സിവിൽ എഞ്ചിനീയേഴ്സിന്റെ കുറെ പണി കാണും, പക്ഷെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ കാണൂലല്ലോ. കൂടുതൽ ആൾക്കാർ ഇങ്ങനെ അത് ജോലി ഇല്ലാണ്ട് അത് ഇങ്ങനെ പഠിക്കാത്ത പലർക്കും ഉണ്ട്. കാരണം 100 പേരിൽ 4 പേരെ പാസ്സാവുള്ളൂ, ബാക്കി എല്ലാവരും തോക്കുന്നവരാണ്. പിന്നെ ഒന്നിനും കൊള്ളാത്തവരാണ്. ആ, അവരൊന്നും എക്സ്ട്രാ ആ. പഠിച്ചിട്ടുണ്ടാവില്ല, അവർക്ക് അല്ല കുറെ സ്കിൽ ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ടാക്കിയെടുക്കും കൂടി വേണം പാരലലി. ഇപ്പൊ നമ്മൾക്ക് തന്നെ ഇപ്പം ഹസ്ബൻഡ് ചെറിയൊരു ഓഫീസ് നടത്തുന്നുണ്ട്. ചില്ലറ ചെറിയ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ആയിട്ട് അങ്ങനെ അപ്പൊ അതില് ചെയ്യുന്നുണ്ട്. മകൾക്ക് ഓൾറെഡി ബേസ് ഉണ്ട്, അപ്പൊ കേറി പറ്റാൻ പറ്റും. അല്ല, അതിപ്പോ അവിടെ ഈ പല സിവിൽ എഞ്ചിനീയേഴ്സും വിളിച്ചിട്ട് ജോലി ഉണ്ടോ ചോദിക്കുന്നത്. അങ്ങനെ എടുക്കാൻ അതുണ്ടാവും, വേണ്ടിട്ട് കാരണം നമ്മുടെ ഒരു ചെറിയൊരു അത് സെറ്റപ്പ് സ്വന്തം ആയിട്ട് തുടങ്ങാൻ ഇങ്ങനെ പറ്റാത്തോണ്ടല്ലേ. ഒരുപാട് സ്റ്റാഫ്. സ്വന്തം തുടങ്ങാൻ പറ്റാത്തോണ്ടല്ലേ. സ്വന്തം തുടങ്ങാൻ പറ്റുന്ന ആൾക്ക് അത് ഉണ്ടാവില്ലല്ലോ പ്രശ്നം. അവര് കഴിവില്ലാത്തോണ്ടല്ലേ അങ്ങനെ നടക്കുന്നു. അങ്ങനെ കഴിവില്ലാത്ത ആളാവണമെങ്കിൽ പിന്നെ ഏത് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല, ഏതിന് പോയാലും ഒരേപോലെ. അതിനേക്കാളും അബദ്ധമായിരിക്കും നിങ്ങളെ ബാക്കിയുള്ള ഓപ്ഷൻസ്. ഇപ്പൊ ഉള്ള ഓപ്ഷൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? വേറെ ഓപ്ഷൻ ഇല്ല, ഉള്ളത് ഇതേ ഉള്ളൂ. അപ്പോൾ തൊട്ടടുത്ത് കോളേജ് ഉണ്ട് അവൈലബിൾ ആയിട്ട്. കുറേ ദൂരമൊന്നും പോട്ടെ കാര്യമില്ല. എല്ലാ ദിവസവും കോളേജ് ഉണ്ടാവില്ലല്ലോ. ആകെ 165 ദിവസം 200 ദിവസം കോളേജ് ഉണ്ടായാൽ പകുതിയിലധികം ദിവസം കോളേജ് ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ പരീക്ഷയും ഹോളിഡേയ്സും ഫെസ്റ്റിവലും ഇതൊക്കെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ നേരത്തെ ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ നമ്മളും വിചാരിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി. ഞാൻ ചോദിക്കുന്നത്, കമ്പ്യൂട്ടർ നിങ്ങൾക്ക് സയൻസ് വിചാരിച്ചത് കമ്പ്യൂട്ടർ സയൻസ്, നേരെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയെന്ന് വിചാരിക്കും. ഡോക്ടർ TPS അടുത്ത് സംസാരിക്കാൻ വരുവേ ഇല്ലല്ലോ. വരും. അല്ല, ഇത് കഴിഞ്ഞില്ലേ, നിങ്ങൾക്ക് കിട്ടിയത് കിട്ടി, പിന്നെന്താണ് ഇപ്പൊ കാര്യം? അല്ലേ? ചോദിക്കുന്നത് കൺഫ്യൂഷൻ ഇല്ലല്ലോ. നിങ്ങൾക്ക് വേണ്ട തന്നെ കിട്ടിയെന്ന് വിചാരിക്കും, കൺഫ്യൂഷനേ ഇല്ലല്ലോ. അപ്പൊ അത് കിട്ടില്ല എന്നുള്ളതുകൊണ്ടല്ലേ ഇപ്പൊ ഈ ആലോചന വരുന്നത്. അല്ലല്ല, അങ്ങനെയല്ല. ഇന്നിപ്പം വിളിക്കാൻ കാരണം ഞാൻ ചോദിക്കുന്നത്, വിളിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതെ ഓൾറെഡി ഇപ്പൊ കിട്ടിയെന്ന് വിചാരിക്കും കമ്പ്യൂട്ടർ സയൻസ് തന്നെ, കൺഫ്യൂഷനേ ഇല്ലല്ലോ, നേരെ അങ്ങോട്ട് ചേർന്നാ പോരെ. അത് കിട്ടാത്തോണ്ടാണല്ലോ ഈ ചിന്ത വരുന്നത്. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടെന്ന് പറഞ്ഞു. ഈ പറ്റാത്ത കാര്യം തന്നെ ആലോചിച്ചുകൊണ്ട് സമയം കളയണം. മനസ്സിലായ? കമ്പ്യൂട്ടർ സയൻസ് എന്ന് വലുതായിട്ട് എഴുതിയിട്ട് അത് കോളേജിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അവരെ ഓപ്പൺ കോഴ്സ് എന്ന് എഴുതി വെക്കുക, എന്നിട്ട് അതേ ആലോചിക്കുള്ളൂ എന്ന് പറയാം. ഇനി അതന്നെ ചിന്തിച്ചുകൊണ്ട് സമയം കളയണ്ട, അതുകൊണ്ട് പറഞ്ഞതാണ്. വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നേരിട്ട് പോയി ചേരുക, അത് പഠിക്കുക. നല്ലോണം പഠിക്കണം. പക്ഷെ പഠിക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ഏതുണ്ടായിട്ടും കാര്യമില്ല. അതങ്ങോട്ട് തീരുമാനിക്കുക, ഇതാണ് എനിക്ക് വേണ്ടത് എന്നങ്ങോട്ട് ഇനി മുതലെങ്കിലും തീരുമാനിക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് തന്നെ പഠിക്കണം എന്ന് വിചാരിക്കുക. ബിടെക് നല്ലപോലെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സിന് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് എബ്രോഡിലൊക്കെ പോവാലോ. സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് മാസ്റ്റേഴ്സ് കമ്പ്യൂട്ടർ സയൻസിൽ എടുക്കാം. അന്ന് ഏതാണോ ഏറ്റവും ലൈവായിട്ട് കോഴ്സുകളൊക്കെ പിന്നെ എബ്രോഡിൽ യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ ഉള്ളത് അവിടെ പോവാം. അപ്പോഴത്തേക്കും കുറേ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് മാറും, അത് ക്രെഡിറ്റ് ആയിട്ട് മാറും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, വ്യത്യസ്തമായ കമ്പ്യൂട്ടർ സയൻസിലുള്ള വിഷയങ്ങൾ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുക. പറയേ എന്താ? ഡോക്ടർ ഇങ്ങനെ ഈ ഓപ്പൺ ഓൺലൈൻ കോഴ്സിന്റെ MIT അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിന്റെ
എല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പൊ അതൊന്നും ഇവൾക്ക് സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഫ്രീ കോഴ്സ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഇവളിപ്പം ചെയ്യുന്ന സെയിലർ അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത് ഒരു ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റുന്ന വാട്സപ്പിലുള്ള കാര്യമല്ലേ ഇതെല്ലാം? അയക്കുക. ഏതാണ് കോഴ്സ് സ്പെസിഫിക് ആയിട്ട് നോക്കാൻ സഹായിക്കാൻ പറ്റണം, സഹായിക്കാം. ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾ തപ്പി നോക്കാൻ മടിച്ചിട്ടാണ്. ആദ്യം വരില്ല അഡ്വർടൈസ്മെന്റ് ഉള്ളത്, ആദ്യം വരുള്ളൂ. കാരണം അത് പെയ്ഡ് ആവുമ്പോ അഡ്വർടൈസ്മെന്റ് ആദ്യം വരും. അത് അങ്ങനെയാ വരിക. കാരണം അത് നിങ്ങൾ കൊടുക്കുന്ന വാക്കുകൾക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞില്ലെങ്കിൽ അത്തരം കോഴ്സേ വരുള്ളൂ. ഫ്രീ എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ പെയ്ഡേ വരുള്ളൂ അഡ്വർടൈസ്മെന്റിൽ. അതുകൊണ്ട് ഫ്രീ കോഴ്സ് തന്നെ എഴുതണം, ഫ്രീ സർട്ടിഫിക്കറ്റ് എന്ന് എഴുതണം. അങ്ങനെ തപ്പിയിട്ട് ഒരു വേർഡ് എഴുതിട്ട് നോക്കാം, കാണിച്ചു തരാം എവിടെ തപ്പുണ്ടത്. അതൊക്കെ എളുപ്പം പറ്റുന്ന സംഭവമാണ്. പിന്നെ ഇതിപ്പം ഇന്നിപ്പം വിളിച്ചത്, പക്ഷെ ഞാൻ എപ്പോഴും വീഡിയോസ് ഇങ്ങനെ അതെ ഞാൻ പറയുന്നത് അതുകൊണ്ട് കാര്യമില്ല. ഞാനിപ്പോ പറയുന്നത് നമ്മളിപ്പോ കുറേ ബാക്കി സ്കിൽ ഡെവലപ്മെന്റ് പരിപാടികൾ അത് നല്ലപോലെ ചെയ്തു കഴിഞ്ഞാൽ ആ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ ഏത് ജോലിക്ക് അപ്ലൈ ചെയ്താലും നാളെ കിട്ടും. ആ ലെവലിലേക്ക് മാറണമെങ്കിൽ കുറച്ച് മെനക്കെട്ടിട്ട് കുറെ എക്സ്ട്രാ ടൈം കിട്ടണം. ആ ടൈം കിട്ടുന്നത് വീട്ടിൽ നിന്നേ കിട്ടുള്ളൂ. ഈ അസൈൻമെന്റ്സ് ഒന്നും പുറത്ത് ചെയ്താൽ ചെയ്യാൻ പറ്റില്ല. ഈ ഓപ്പൺ കോഴ്സ് ഒന്നും പുറത്തുനിന്ന് ചെയ്യാൻ പറ്റില്ല. അവിടെ ഹോസ്റ്റലിൽ എത്തുമ്പോൾ ഇതൊന്നും അല്ല സ്ഥിതി. വേറെ ഏതെങ്കിലും പിള്ളേരുടെ ഗ്രൂപ്പിൽ പെട്ടോളൂ. പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല, കയ്യിൽ നിന്ന് വിട്ടുപോകും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മട്ടന്നൂർ കാണാം. മട്ടന്നൂർ ഡോക്ടർ TPS അടിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ, കമന്റ് ചെയ്യണം വീഡിയോസിൽ. നിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഹാസ് ടു ബി ഗുഡ്. കമന്റ് ചെയ്യണം, ഇവാലുവേഷൻ വേണം, പെർഫോമൻസ് വേണം, ആക്റ്റീവായിരിക്കണം, കുറേ ചോദ്യങ്ങളുമായിട്ട് വരണം. ഓക്കെ, ഇത് ഇടാലോ അല്ലേ യൂട്യൂബില്? എന്താ കുഴപ്പം? ഓഡിയോ മാത്രം ആക്കിയിട്ട്. ശരി.